ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ വരാൻ പോകുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്നുള്ള പടത്തിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു മെയിൻ 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പല ലീക്സ് അല്ലെങ്കിൽ റൂമേഴ്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയങ്ങളെ നമ്മൾ ആദ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവരും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ബ്രൂസ് ബാനർ അഥവാ നമ്മുടെ ഹൾക്ക് എന്നുള്ള ഒരു ക്യാരക്ടർ ഒരു പടത്തിനകത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം. ആ ഒരു സംഭവം, അതായത് നമ്മൾ ഇൻഫിനിറ്റി വാറിന് ശേഷം പിന്നീട് നമ്മൾ ഹൾക്കിനെ നമ്മൾ MCU ഇതുവരെ കണ്ടിട്ടില്ല. പിന്നീട് കണ്ടിട്ടില്ലെന്നല്ല, അതായത് നമ്മൾ പ്രൊഫസർ ഹൾക്ക് എന്നുള്ള ഒരു സ്മാർട്ട് ഹൾക്കിന്റെ ഒരു ഫോമിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ ബ്രൂസ് ബാനർ എന്നുള്ള ക്യാരക്ടർ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിനകത്ത് ഹൾക്ക് എന്നുള്ള ഒരു സാവേജ് ഫോമിലോട്ട് നമ്മുടെ ബ്രൂസ് ബാനർ മാറുമെന്നൊക്കെ ഒരു 90% കൺഫേം ആയിട്ടുണ്ട്. അതിന്റെ പല ഫാൻ ആർട്ടും അതേപോലെ തന്നെ പ്രൊമോഷണൽ ആർട്ടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ബ്രൂസ് ബാനർ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആ ഒരു സാവേജ് ഹൾക്കിന്റെ ഫോമിലോട്ട് ഇതിനകത്ത് എന്തായാലും മാറും എന്നുള്ളൊരു സംഭവം കൺഫേം ആയിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ സ്പൈഡർമാനുമായിട്ടുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഈ ഒരു പടത്തിനകത്ത് കാണും. അത് പടത്തിന്റെ ഒരു മെയിൻ ക്ലൈമാക്സിനകത്ത് ആയിരിക്കത്തില്ല, എന്തായാലും ഈ ഒരു പടത്തിന്റെ ചെറിയൊരു പോർഷൻ അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നുള്ള കാര്യം ഏകദേശം ഒക്കെ കൺഫേം ആണ്. രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ നമുക്ക് ചെറിയൊരു ഹിന്റ് തന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പല റൂമേഴ്സിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സേഡി സിംഗ് എന്നുള്ള ആക്ട്രസ് ഈ ഒരു പടത്തിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് റോളിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം കൺഫേം ഒക്കെ തന്നെയാണ്. ഫസ്റ്റ് ട്രെയിലറിൽ ആ ഒരു ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഫേസോ കാര്യങ്ങളൊന്നും റിമൂവ് ആയിട്ടില്ല. പക്ഷേ ഈ ഒരു പടത്തിന്റെ പല സെറ്റ് ഫോട്ടോയ്ക്കകത്തുനിന്നും പല ലീക്ഡ് ഫോട്ടോയ്ക്കകത്തുനിന്നും നോക്കാം നമുക്ക് സേഡി സിംഗിന്റെ ഒരു ഫുൾ ലുക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ചോദിച്ചിട്ടായിട്ട് നിൽക്കുന്നത് ഈ ഒരു ആക്ട്രസ് ഈ ഒരു പടത്തിനകത്ത് ഏതൊരു ക്യാരക്ടറായിട്ട് വരുമെന്ന് ഇതുവരെ ആർക്കും യാതൊരു ടീസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പലരും പറയുന്നത് ഇതൊരു മ്യൂട്ടൻ ക്യാരക്ടറാണ്, അതായത് നമ്മുടെ ജീൻ ഗ്രേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതാവാനാണ് ഭയങ്കര സാധ്യത കൂടുതൽ, അല്ലാതെ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് വരാൻ സാധ്യത ഉണ്ട്, നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 50-50% ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയയിൽ ഈ സേഡി സിംഗ് ഏത് ക്യാരക്ടറായിട്ടായിരിക്കും വരുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പീറ്റർ പാർക്കറിന്റെ ആ ഒരു മ്യൂട്ടേഷൻ തന്നെയാണ്. ഈ ഒരു മ്യൂട്ടേഷൻ നമ്മുടെ പീറ്ററിനെ ഒരു ഒറിജിനൽ സ്പൈഡർമാൻ പവറിലോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യമൊക്കെ ഏകദേശം കൺഫേം ആണ്. അതായത് ആ ഒരു മ്യൂട്ടേഷൻ ഓർഗാനിക് വെബ് പോലുള്ള പരിപാടികളൊക്കെ നമുക്ക് ഈ പീറ്ററിൽ നിന്ന് നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ പറ്റും, അത് ഈ ഒരു മ്യൂട്ടേഷൻ കാരണം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ ബ്രൂസ് ബാനറിന്റെ അടുത്ത് പീറ്റർ പോയി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ട്രെയിലർ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെയിം മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ പീറ്റർ പാർക്കർ ഈ ഒരു പടത്തിനകത്ത് മ്യൂട്ടേഷന്റെ ആ ഒരു പീക്കിൽ എത്തുന്ന സമയത്ത് മാൻ സ്പൈഡർ എന്നുള്ള ഒരു ഫോമിലോട്ട് മാറുമെന്ന് പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ആയെന്നും വന്നേക്കാം. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അടുത്ത നാലാമത്തെ കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമിയോനെ പറ്റിയിട്ടാണ്. ക്യാമിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കേണ്ടി വരും. അതായത് നമ്മുടെ പണിഷർ, സേഡി സിംഗിന്റെ ക്യാരക്ടർ, അതേപോലെ തന്നെ ബ്രൂസ് ബാനർ. ഇവരെ 3 പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്യാരക്ടർ എന്തായാലും ഈ ഒരു പടത്തിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാരാണെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ലെങ്കിലും പലരും പറയുന്നുണ്ട് നമ്മുടെ ഡെയർ ഡെവിൽ ആണെന്നൊക്കെ പല ഫാൻ തിയറീസ് ഒക്കെ വരുന്നുണ്ട്. അല്ലാതെ പ്രൂഫ് ആട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് എന്തായാലും ഈ ഒരു പടത്തിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പം ആ ഒരു ട്രെയിലറിനകത്ത് വന്നിട്ടുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു എംപ്റ്റി സ്പേസ് ആരെ അവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്തായാലും ഉറപ്പാണ്, ഒരു ക്യാമിയോ നമുക്ക് ഈ ഒരു പടത്തിൽ പ്രതീക്ഷിക്കാം. അതിനുശേഷം അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിനകത്ത് ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും മിക്കവാറും ഈ ഒരു പടത്തിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പല വിവരങ്ങളും വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പടം ഡയറക്റ്റ് ഡൂംസ്ഡേനെ അല്ല കണക്ട് ചെയ്യാൻ പോകുന്നത്, നേരെ സീക്രട്ട് വാർസിലോട്ടായിരിക്കും കണക്ഷൻ വരാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ ഒരു സംഭവം എന്തുവാണെന്ന് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലരും പറയുന്നുണ്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഡോക്ടർ ഡൂം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആക്കറി പല തിയറീസും നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിനകത്ത് ഒരു മേജർ 5 ഇവന്റ് എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേനെ പറ്റി എടുത്ത് പറയാനുള്ള. ഇനി എന്തായാലും വീഡിയോ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഇതുപോലുള്ള മാർവൽ DC ഹോളിവുഡ് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ഗൈസ്.